ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫിഷ് മാർക്കറ്റിൽ പോകുന്നതിൻ്റെ വഴിയാട്ടോ എന്താ പറയുക, ലക്ഷറി ക്രൂയിസുകളാണ് നിങ്ങളവിടെ കാണുന്നത്. അതുപോലെ തന്നെ കുറേ നല്ല മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് എന്താണെന്നറിയോ? പോർട്ടാട്ടോ. ആൻഡ് ഇത് നമുക്ക് ആ ഒരു വഴി കൂടി പോകുമ്പോൾ തന്നെ നമ്മളൊരു പ്രത്യേക ഒരു ഫീലിലാട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ്. അവിടെ തന്നെ കുറേ ആൾക്കാർ നടക്കാനൊക്കെ പോവും. ഒരു കോർണിഷ് പോലെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഫിഷ് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറിലുള്ള ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിലെത്തി. ഇതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫിഷ് മാർക്കറ്റിനകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഫിഷ് മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഷോപ്സാണുള്ളത്. അതുപോലെ തന്നെ ഈ ഫിഷ് മാർക്കറ്റിനകത്ത് തന്നെ അവിടെ തന്നെ നമുക്ക് ബീഫ്, ചിക്കൻ എല്ലാം വാങ്ങാനായിട്ടുണ്ട്. പിന്നെ ഫാർമസി, അതുപോലെ തന്നെ അവിടെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പം ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം ഫ്രൂട്ട്സൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ വേറെ കടയിൽ പോകേണ്ടി വരും അല്ലേ. ഇത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാം ആ മാർക്കറ്റിൽ തന്നെ കിട്ടും. ഇപ്പം ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ തന്നെ നമുക്ക് എന്താ പറയുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം കിട്ടും. ആൻഡ് ഫാർമസി, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് വരെ അവിടെ നിന്ന് കിട്ടും. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കാണുന്നതുണ്ടല്ലോ, ഹണിയാണ്. പല കൺട്രീസിൽ നിന്നുള്ള ഹണീസ് ആട്ടോ അവിടെ ഉള്ളത്. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ അടിപൊളിയായിട്ടുള്ള ഹണിയാണ്. നമുക്ക് തന്നെ ടേസ്റ്റ് നോക്കാം. ലൈക്ക് ഇഷ്ടമുള്ള നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങി. ഇത് നമ്മുടെ ഫിഷ് മാർക്കറ്റിനകത്തുള്ള കേട്ടോ. അതാണ് ഞാൻ കണ്ടത്. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ നേരെ പോയത്, ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടെന്ന്, അവിടെയാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇതൊക്കെ വാങ്ങാനായിട്ട് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം ഇത് ഫ്രൂട്ട്സാണ്. അതും തന്നെ നമ്മുടെ ലിച്ചിയാണ് കാണുന്നത്. പിന്നെ പീച്ച്, പിന്നെ ആപ്രിക്കോട്ടാണ് കേട്ടോ ഇത് ഞാൻ തൊടുന്നത്. ആപ്രിക്കോട്ട്, പീച്ച്, അങ്ങനെ കുറേ തരത്തിലുള്ള ഫ്രൂട്ട്സ് അവിടെ ഉണ്ട്. നമ്മുടെ അത്തിക്ക, നാട്ടിൽ നമ്മൾ അത്തിക്ക എന്നൊക്കെ പറയും. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ബ്ലൂബെറി, ഗ്രേപ്സ്, ഇത് ഞാൻ ഒരു വട്ടം എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ചെറിയാണിത്. ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ എന്താ പറയുക, ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇത് നട്ട്സ്, ഞാൻ പറഞ്ഞില്ലേ നട്ട്സൊക്കെ ഉണ്ടെന്ന്. നട്ട്സ്, ഇപ്പം അതിൻ്റെ താഴെ തന്നെ കുറേ ചോക്ലേറ്റ്സ്, അങ്ങനെ ചോക്ലേറ്റ്സ് മാത്രമല്ല, ഫുള്ള് നട്ട്സാണ്. പിന്നെ നമ്മുടെ ചിപ്സ്, ഇത് കണ്ടോ, ചോക്ലേറ്റ്സ് ആണ് അത് ഫുള്ള്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ എടുത്തായിരുന്നു കേട്ടോ, എനിക്ക് ടേസ്റ്റ് നോക്കാനായിട്ട്. അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇതാണ് നമ്മുടെ പല തരത്തിലുള്ള ഡേറ്റ് പാമൊക്കെ. ആക്ച്വലി നല്ല അടിപൊളി ടേസ്റ്റുള്ള, ഇതിൻ്റെ പച്ച കളറിലുള്ളതുണ്ട്. ഇതാണ് നമ്മുടെ കുറച്ചും കൂടെ പഴുത്തിരിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ എന്താ പറയുക, ഓരോരുത്തർ ഈ ലൈക്ക് ഉണക്കിയിട്ടാണ് ഈ ഒരു കളറിലാക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് ഇത് ആക്ച്വലി നല്ല ഇതാണ്. പിന്നെ ഞാൻ നേരെ പോയത് റോൾ ഐസ്ക്രീം വാങ്ങാനായിട്ടാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഈ റോൾ ഐസ്ക്രീം വാങ്ങുന്നതും കഴിക്കുന്നതും. ആൻഡ് എൻ്റെ ചേച്ചിയും ഈ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം അതാണ് എൻ്റെ ചേച്ചി, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ പോലെ പല തരത്തിലുള്ള ഫ്ലേവേഴ്സിൽ ഐസ്ക്രീം ഉണ്ട്. പിസ്ത, വാനില, സ്ട്രോബെറി, അങ്ങനെ. പക്ഷെ ഞങ്ങളിവിടെ വാങ്ങിയിട്ടുള്ള കിറ്റ്കാറ്റിൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഇവർ ഈ റോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. കിറ്റ്കാറ്റിൻ്റെ റോൾ ഐസ്ക്രീം ആട്ടോ. ആൻഡ് അതുപോലെ തന്നെ എന്താ പറയുക, ബ്രേക്കിൻ്റെ ഒക്കെ ഉണ്ട്. ബ്രേക്ക്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറേ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളതുണ്ട്. ഞങ്ങൾ പക്ഷേ കിറ്റ്കാറ്റാണ് യൂസ് ചെയ്തത്. ഇതാണ് എൻ്റെ ചേച്ചി കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ. ഇതുവരെ ആക്ച്വലി ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ നാട്ടിൽ പോയാൽ തന്നെ എനിക്ക് എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. വീഡിയോസ് എടുത്താലും ഞാൻ അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ എനിക്ക് മടിയാണ് കേട്ടോ. ഇതപ്പോൾ നമ്മുടെ ഇതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടു ഇങ്ങനെ കറക്റ്റ് കട്ട പോലെ ആവുന്നത്. അതുമാത്രമല്ല കറക്റ്റ് ആ ഒരു സമയത്ത് റോളായിട്ട് വരുന്നത്. അത് ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ട് വാ.